സോഷ്യൽ മീഡിയയിലെ കണ്ടന്റിന് വേണ്ടിയിട്ട് കലാപം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളെയാണല്ലോ മച്ചമ്പി. റീച്ചിന് വേണ്ടിയിട്ട് ഈ നാട്ടിൽ മതവർഗീയ ലഹള സൃഷ്ടിക്കാൻ ശ്രമിച്ച രണ്ട് ചെറുപ്പക്കാരെ കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. ആ പാലസ്തീന് വേണ്ടിയിട്ട് നീ സംസാരിക്കുമ്പോൾ നിന്റെ പിന്നിൽ മതം അല്ലെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ സംസാരിച്ചുകൊണ്ട് നീ ഉണ്ടാക്കിയെടുക്കുന്ന കണ്ടന്റിന്റെ റീച്ച്, അതാണ് നിന്റെ ലക്ഷ്യം. പോയി ചത്തുടടാ. ഇവന്റെ റീച്ച്, കാരണം ഇവന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സപ്പോർട്ട്, സോഷ്യൽ മീഡിയയിൽ ഇവന് വർദ്ധിക്കുന്ന ഇവന്റെ ഫോളോവേഴ്സ്, ഇവൻ ഇതിനകത്തെല്ലാം ഹരം കൊണ്ട് ഈ വിഷയത്തെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാരൻ നോക്കി. ഏത് വൃത്തികെട്ടവനാടാ ഈ മണ്ടൻ ഐഡിയ പറഞ്ഞു കൊടുത്തത് അവന്? അതിനിടയിൽ ഷാജഹാൻ എന്ന് പറയുന്ന മറ്റൊരുവൻ, അവൻ ഈ നിഷാന് പിന്തുണ കൊടുത്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നു. സാർ ഇങ്ങ് മുഖ്യധാരയിലേക്ക് വരും. ഇദ്ദേഹമാണ് ആ കൊലപാതകത്തിന്റെ ബ്രെയിൻ. കണ്ടെത്താവുന്നില്ല, നമ്മൾ വന്ന വഴി മറക്കരുത്. അതാ പുള്ളിയും കൂടി ചേർത്ത് 5000 രൂപ കൊടുത്ത് ഈ പയ്യന്റെ എഡിറ്റർ പയ്യൻ ഈ വണ്ടി അടിച്ചു പൊട്ടിച്ചുകൊണ്ട് കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ട് റീച്ചിന് വേണ്ടിയിട്ട് വർഗീയ കലാപം സൃഷ്ടിക്കാൻ കാരണമാകുന്ന ഒരു തെറ്റാണ് ഈ നിഷാനും ഷാജഹാനും കൂടി ചെയ്തത്. രാജ്യദ്രോഹി എന്നൊക്കെ ഇനിയിപ്പോ കരഞ്ഞോണ്ടൊന്നും കാര്യമില്ലടോ നായരെ. 4 പേരെടുത്ത് പറഞ്ഞു തന്നെ നാറ്റിക്കാതൊരിക്കലും ഉറക്കം വരത്തില്ലടോ. സോഷ്യൽ മീഡിയയിൽ അറ്റൻഷന് വേണ്ടിയിട്ട്, ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഈ 2 പേരും കൂടെ ചേർന്ന് കാണിച്ച ഈ തെമ്മാടിത്തരത്തിന്റെ വലിപ്പം ചെറുതൊന്നുമല്ല എന്ന് ഇവരെത്രത്തോളം മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ഇവരോട് ഞാൻ 100 വട്ടം പറഞ്ഞതാ വേണ്ട നില്ലോടാ. 100 വട്ടം ഒന്നും പറഞ്ഞില്ല സാർ, 1 വട്ടം പറഞ്ഞുള്ളൂ. 2ാമത്തെ പ്രാവശ്യം പുള്ളി സമ്മതിച്ച്. മുസ്ലിങ്ങളെ കൂടുതൽ അപകടകാരികളാക്കി ചിത്രീകരിക്കാൻ ഇവർ ശ്രമിച്ച ഈ നാടകം പൊളിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. തെളിവ് സഹിതം പിടിയിലാകുകയും ചെയ്തു. ഞാൻ അബദ്ധമൊന്നും പറഞ്ഞില്ല. എന്റെ ഷെയറിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ഇന്നാ പിടിച്ചോ.